സാമൂഹിക മാധ്യമങ്ങളിലെ മുഖ്യമന്ത്രി ചർച്ച ഒന്നടങ്ങിയതിന് പിന്നാലെ രമേശ് ചെന്നിത്തല തന്റെ രാഷ്ട്രീയ പ്രൊഫൈൽ ഒരു പത്രപരസ്യമാക്കി നൽകി ആ ചർച്ച വീണ്ടും സജീവമാക്കുകയാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം നൽകി തന്റെ രാഷ്ട്രീയ ജീവിതം ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് ചെന്നിത്തല എന്ന് തോന്നുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ അണികൾ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ നേതാക്കൾക്ക് ഒരു കുലുക്കവുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ സംയമനം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കളഞ്ഞുകുളിക്കുകയാണോ കോൺഗ്രസും UDF-ഉം? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി മാധ്യമപ്രവർത്തകരായ M. ജയചന്ദ്രൻ, നിസാം സയ്യിദ്, ജോർജ് പൊടിപ്പാറ എന്നിവർ. അതിൽ നിസാം സയ്യിദിലേക്ക്. ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു നിസാം? നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേരളത്തിൽ പൊതുവേ ഉള്ള ഒരു ധാരണ UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ഉണ്ട്. UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്നു എന്നൊരു ധാരണ കേരളത്തിൽ പൊതുവേ നിലനിൽക്കുന്നു. LDF-ൽ നിന്ന് LDF കുറേ നാളുകളായി അവരെ പൂർണ്ണമായ ഏതാണ്ടൊരു നിശബ്ദതയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് LDF-ന്റെ ഭാഗത്ത് വീണ്ടും അവകാശവാദങ്ങൾ സജീവമായി നിൽക്കുന്നത്. പക്ഷേ പൊതുവെ കേരളത്തിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ UDF-ന് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുൻകൈയുണ്ട്, മേൽക്കൈയുണ്ട് എന്ന് കരുതുന്നു. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചന നടക്കും. ആ മുഖ്യമന്ത്രി പദകാംക്ഷികൾ സ്വയം പൊസിഷൻ ചെയ്യും. ആ പൊസിഷൻ ചെയ്തുകൊണ്ട് അവരുടെ കേസ് മുന്നോട്ട് വെക്കുവാൻ അവർ ശ്രമിക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാമാന്യ യുക്തിക്ക് നിരക്കുന്നത്. എന്നാലും പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ 4-ാം തീയതി കഴിഞ്ഞാൽ അധികം സമയം കിട്ടുമല്ലാത്തതുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികൾ, അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ പൊസിഷൻ ചെയ്യുന്നു, അവരുടെ കേസ് മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇതൊരു പ്രശ്നമായി വളർന്നിട്ടുണ്ട് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇത് സ്വാഭാവികമായ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഇതൊരു പ്രശ്നമാകുന്നത് ഈ റിസൾട്ട് വന്നതിന് ശേഷം UDF-ന് അത് അനുകൂലമാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയാതിരിക്കുകയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ കൊണ്ടോ അല്ലെങ്കിൽ പത്രം പരസ്യം കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. അതിനുള്ള ബുദ്ധിയും വിവേകവും അറിവും ഞാനും ഒക്കെ ഉള്ളവരാണ് ഇവരെല്ലാം. കോൺഗ്രസിന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കൺവെൻഷനുണ്ട്, ആ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ യോഗം വളരെ അടുത്ത ദിവസം തന്നെ കൂടും. അതിനുശേഷം അതിൽ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളുണ്ടാവും. അവർ ഒറ്റയ്ക്കും കൂട്ടായും കോൺഗ്രസിൻ്റെ MLA-മാരുടെ അഭിപ്രായം ശേഖരിക്കും. ആ അഭിപ്രായം ശേഖരിച്ചിട്ട് ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ട് അവർ ഹൈക്കമാൻഡിന് നൽകും. ഹൈക്കമാൻഡ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്ത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയോ വീണ്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻ ഉണ്ട്. ആ ഒരു കൺവെൻഷനിൽ അതായത് MLA-മാർ കൂടുതൽ പിന്തുണയ്ക്കുന്ന ആൾ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നൊരു നിർബന്ധമില്ലല്ലോ കോൺഗ്രസിന്റെ ഒരു ഘടനയനുസരിച്ചും പാരമ്പര്യം അനുസരിച്ചും. എന്നാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കർണാടകത്തിലും രാജസ്ഥാനിലുമൊക്കെ ഹൈക്കമാൻഡിന്റെ പോലും താല്പര്യങ്ങൾ വിരുദ്ധമായി കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളയാളാണ് മുഖ്യമന്ത്രിയായത് എന്നുള്ളതാണ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനായിരുന്നു കൂടുതൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ MLA-മാരുടെ പിന്തുണ അശോക് ഗെഹ്ലോട്ടിനായിരുന്നു. കർണാടകത്തിലും അതുപോലെ സിദ്ധരാമയ്യയ്ക്ക് കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കാൻ UDF ഹൈക്കമാൻഡ് തയ്യാറാവുകയായിരുന്നാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ടോ, ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞ് അതിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്. ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നു, ഇതിനെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമായ കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് ജനങ്ങളുടെ മുൻപിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത്തരം ചർച്ചകൾ വരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കോൺഗ്രസിനേക്കാൾ കൂടുതൽ സൈബർ ലോകത്തെ ചില ആവേശ കമ്മിറ്റിക്കാരാണ്. ആ ആവേശ കമ്മിറ്റിക്കാരും മാധ്യമ ലോകത്തെ ചില ആവേശ കമ്മിറ്റിക്കാരും ഒക്കെ ഇതിനെ വിവാദമാക്കി വളർത്തിയെടുക്കുക, ഈ ഇടവേളയെ തെരഞ്ഞെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനും ഇടയ്ക്കുള്ള ഈ ഇടവേളയെ ആനന്ദകരമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഇതിങ്ങനെ സജീവമായി നിലനിർത്തുന്നു.
അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പുറത്തെ LDFനെ സംബന്ധിച്ച് നമുക്ക് അതിനൊന്നും ഉള്ളൊരു സ്കോപ്പില്ല. അവിടെ ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും അവിടെ സ്കോപ്പില്ല കോൺഗ്രസ് സംബന്ധിച്ച്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ, ഒരു പൊട്ടിത്തെറികളില്ലാതെ കോൺഗ്രസിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ജനം വോട്ട് ചെയ്തത് UDFനാണ് ഭൂരിപക്ഷം എന്ന് കരുതുക. UDFനാണ് ഭൂരിപക്ഷം എന്ന് കരുതുക. ജനം വോട്ട് ചെയ്ത് UDFന് മാത്രമോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ മാത്രമല്ല, ചില നേതാക്കൾക്ക് കൂടിയാണ്, അവരുടെ ആശയങ്ങൾക്കാണ്, അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള ഭാവി സങ്കല്പങ്ങളെക്കുറിച്ച് കൂടിയാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറ വോട്ട് ചെയ്യുന്നത് അത്തരം ആശയങ്ങൾക്കാണ്, കേവലം പാർട്ടിക്കോ അല്ലെങ്കിൽ ചിഹ്നത്തിനോ മുന്നണിക്കോ പാർട്ടികൾക്കോ ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖം എന്ന് പറയുന്ന ആളാരാണ്? അത് VD സതീശനാണ്. അവിടെയാണ് മറ്റ് ക്ലെയിമുകൾ ഉയർന്നു വരുന്നത്. അല്ലാതെ ഇതെന്തോ ഒരു തർക്കം, പല നേതാക്കളിൽ നിന്ന് തർക്കം ഉണ്ടാവുകയല്ല. VD സതീശൻ എന്ന ഒരു മുഖത്തിൽ നിന്ന് അവിടെ വേറെയും ക്ലെയിമുകൾ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ച കൂടുതൽ വിവാദമാവുന്നത്. നിസാം, നമ്മുടെ ഒരു പാർലമെന്ററി ഡെമോക്രസി അല്ലേ അജിംസെ? നമ്മുടെ ഒരു പ്രസിഡൻഷ്യൽ ഡെമോക്രസി അല്ലല്ലോ. പാർലമെന്ററി ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കാണ്, ഒരു മുന്നണിക്കാണ്, അവർ മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രാംസിലാണ്. ആ പ്രോഗ്രാംസിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. വ്യക്തികൾ സ്വാഭാവികമായും പ്രാധാന്യമുള്ളതാണ്. ശ്രീ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച, UDFനെ നയിച്ചയാളെന്നുള്ളതിൽ വലിയ UDF വിജയിക്കുകയാണെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു നേതാവിനെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസും UDFും ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിക്കും. അതിൽ ഈ പാർട്ടിക്കും ജനങ്ങൾക്കും നാട്ടിനും ഏറ്റവും യുക്തമായി ഉള്ള തീരുമാനം ഏത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വിജയിക്കുന്ന പാർട്ടിക്കുണ്ട്. ആ വിജയിക്കുന്ന പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ പിന്നീട് സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്. പക്ഷെ തീരുമാനം ഇന്നതായിരിക്കണമെന്ന ഒരു പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം, അതും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം. ഇപ്പം ജനഫലം എങ്ങനെയാണ് നമ്മൾ പ്രതിഫലിക്കുന്നത്? ജനഫലം പ്രതിഫലിക്കുന്നത് വിജയിച്ചു വരുന്ന MLAമാരുടെ പിന്തുണയോടുകൂടിയാണ്. ആ പിന്തുണ അനുസരിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ജനഫലം പ്രതിഫലിക്കുന്നില്ല, ജനവികാരം പ്രതിഫലിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ആ തീരുമാനം വരട്ടെ. ആ തീരുമാനം സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ UDFന് കഴിയുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ UDFന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് വ്യക്തമാക്കുന്നത്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പതിവില്ലാത്ത രീതിയിൽ കോൺഗ്രസിൽ ഒരു ഐക്യം ദൃശ്യമായിരുന്നു. കോൺഗ്രസിന് ഒരൊറ്റ റിബൽ സ്ഥാനാർത്ഥി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്തതാണ്. ചരിത്രത്തിൽ ഒരു ഡസനിൽ കുറഞ്ഞ റിബൽ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ റിബൽ സ്ഥാനാർത്ഥി, ബാക്കി എല്ലായിടത്തും വിമത ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ആ വിമത ശബ്ദങ്ങളെയൊക്കെ പരിഹരിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവിടെ കൂടെ നിർത്താനും ഒക്കെ കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വം കഴിഞ്ഞു. അപ്പോൾ അവർ ആ ഒരു മെക്കാനിസം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെക്കാനിസത്തിന്റെ അനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ 4-ാം തീയതിക്ക് ശേഷം UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും ആരെയെങ്കിലും പുറത്ത് നിർത്തിക്കൊണ്ടായിരിക്കും, ആരെയെങ്കിലും ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ ആളുകൾക്കും ഇടമുള്ള, എല്ലാ ആളുകൾക്കും സ്പേസ് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും എല്ലാവരും, ഈ നേതൃപദാകാംക്ഷികളെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും UDF പോകുന്നത്. അതിനുള്ള കഴിവ് UDFന്റെ നേതൃത്വത്തിനുണ്ട്. അത് കോൺഗ്രസിന്റെ മാത്രം പ്രൊറോഗേറ്റീവ് ആയിരിക്കും. കോൺഗ്രസ് ആയിരിക്കും ആ കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. കോൺഗ്രസ് തീരുമാനമെടുത്ത് ഘടകകക്ഷികളെ അറിയിക്കുക എന്നുള്ളതാണ് സാധാരണയുള്ള ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ഈ പ്രാവശ്യവും പാലിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ നിസാം സയ്യിദിൻ്റെ ഒരു വിശദീകരണം കേൾക്കുകയാണെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നത് പ്രഖ്യാപിച്ചുകൊണ്ടല്ല UDF തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ UDF അധികാരത്തിൽ വരികയാണെന്ന് തോന്നൽ, ഒരു പ്രതീതി പൊതുവെ ഉണ്ടാകുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ, പാർട്ടി അണികൾ ഉൾപ്പെടെ എല്ലാവരും ചർച്ച ചെയ്യുക സ്വാഭാവികമാണ് കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടിയിൽ. അങ്ങനെ ചർച്ച വരുമ്പോൾ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുള്ള, മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ പോർട്ട്ഫോളിയോ വൃത്തിയായി അവതരിപ്പിക്കുന്നു, അത് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുന്നു, പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്നാണ് നിസാം സയ്യിദ് പറയുന്നത്. സ്വാഭാവികമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചതാണ്. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും അല്ല എന്നുള്ളതല്ലേ വസ്തുത ജിംസ്. അതായത് ഇവിടെ എന്താ പ്രശ്നം? അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനവും 3 ഭൈമി കാമുകരും വളരെ ശക്തമായി തന്നെ രംഗത്ത് വരും. അതിൽ ഒരാളാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരാൾ. മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇടപെട്ട് അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ AICCയുടെ
ഇദ്ദേഹമാണ് ഈ കേരളത്തിന്റെ മലയാളി കൂടിയായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകാതിരിക്കാനും, അഥവാ തർക്കം ഉണ്ടായാൽ അത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനും ബാധ്യതപ്പെട്ട ഒരാളാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഘട്ടത്തിൽ താൻ തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആണ്, താൻ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് തന്നെ ഒരു അഭംഗിയുണ്ട്, ഒരു അനൗചിത്യമുണ്ട് അതിനകത്ത്. കാരണം പല രീതിയിൽ ഒന്ന് നോക്കുക. അതായത് ഇതേപോലെ ആഗ്രഹിച്ച, ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച തങ്ങളുടെ തട്ടകം ഡൽഹിയല്ല, ലോക്സഭയല്ല, മറിച്ച് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കാൻ സൗകര്യമുള്ളതും സ്വാധീനമുള്ളതും കേരളത്തിലാണെന്നുള്ള ഉദ്ദേശത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച കെ സുധാകരൻ മുതൽ മറ്റേ കോഴിക്കോട് MLA ശ്രീ രാഘവൻ വരെയുള്ളവരുടെ നമ്പർ, പേര് പുറത്ത് വരാത്ത പലരും ഉണ്ട്, കൊടുക്കുന്നതിൽ സുരേഷ് അടക്കം, അങ്ങനെ ഒരുപാട് പേര് ആ ആഗ്രഹങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആ ആഗ്രഹക്കാരെ എല്ലാം മൂലക്കിരുത്തി ഒരൊറ്റ MP മത്സരിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത ഹൈക്കമാൻഡിന്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തില് അതിലൊരു വലിയ പങ്കുകാരനല്ലേ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ പിന്നെ എങ്ങനെയാണ്, ഏത് നാച്ചുറൽ ജസ്റ്റിസ് വെച്ചിട്ടാണ്, എന്ത് നീതി വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്നത്? എനിക്കതിനകത്ത് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ 3 പേര്, കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആൾക്ക് കഴിവില്ലെന്നോ സംഘടനയെ ചേർത്ത് പിടിക്കാൻ പറ്റില്ലെന്നോ, അതൊക്കെ അദ്ദേഹത്തിന് കഴിവ് കൂടുതലാണെന്നല്ലേ നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് നല്ലൊരു പങ്ക് MLA-മാരെയും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ VD സതീശനോടൊപ്പം ഉറച്ചു നിന്നിരുന്ന പല MLA-മാരും MLA-മാരിലെ പ്രധാനികൾ പലരും ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പരസ്യ പിന്തുണ പോസ്റ്റുകളിലൂടെയും പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം അത്ര ലളിതമൊന്നുമല്ല. നിസാം സയ്യിദ് ഇടവേളയിലെ ആനന്ദത്തിനും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലെ എന്താ പറയുക ആവേശ കമ്മിറ്റിക്കാരും എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചാനൽ ചർച്ചയിൽ ഒരു ആവേശ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇടവേളകളിൽ ഒരു ആനന്ദത്തിന് വേണ്ടി നടത്തുന്ന ഒരു അധര വ്യായാമമൊന്നും അല്ല എന്ന് ആദ്യം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരു സുപ്രഭാതത്തിലല്ല ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ അധികാരത്തിലേക്ക് വരുന്നത്. അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള നിലമൊരുക്കലും ഒക്കെ നന്നായി നടക്കണം. ഒരു മെഷീനറി ചലിപ്പിക്കണം, പാർട്ടി പ്രവർത്തകരിലേക്ക് ആത്മവിശ്വാസം കൊടുക്കണം, മുന്നണിക്ക് ഒരു ആത്മവീര്യം കൊടുക്കണം. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2001 ശേഷം കോൺഗ്രസ് പാർട്ടി വിട്ടുപോയ UDF-നെ വിട്ടുപോയ സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. വെറും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മുന്നണിക്കോ കിട്ടുന്ന വോട്ട് കൊണ്ട് മാത്രം സുസജ്ജമായ, അങ്ങേയറ്റം സുസംഘടിതമായ ഇടതുമുന്നണി പോലുള്ള ഒരു പ്രസ്ഥാനത്തെ എതിരിടാൻ പറ്റുമോ? ഇങ്ങനെ ഒരു അയഞ്ഞ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഈ കോൺഗ്രസിനോ UDF-നോ സാധിക്കില്ല. അപ്പോൾ അവരോട് തുലനം ചെയ്യാവുന്ന, അവർക്കൊപ്പം തന്നെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടി മെഷീനറിയെ, ഒരു പാർട്ടി സംവിധാനത്തെ റെജുവിനേറ്റ് ചെയ്ത് റീഓർഗനൈസ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 21 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു കോൺഗ്രസ്, 41 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു മുന്നണി 5 വർഷത്തിനിടയിൽ ഭരണത്തിലേക്ക് വരും അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടും, ഈ ഊഴം UDF-ന്റേതാണ് എന്ന് പറയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു സംഗതിയല്ല. അതിന്റെ പിന്നിൽ വലിയ ലോങ് ടൈം പ്ലാനിംഗ് ഉണ്ട്, അതിന്റെ പിന്നിൽ നീണ്ടുനിന്ന ചർച്ചകളുണ്ട്, അതിന്റെ പിന്നിൽ വലിയ മോട്ടിവേഷൻസ് ഉണ്ട്, അതിന്റെ പിന്നിൽ ഘടകകക്ഷികളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തും നേതാക്കൾ തമ്മിലും മുന്നണി ഘടകകക്ഷികളും ഒക്കെ തമ്മിലുള്ള വലിയ ചർച്ചകളുടെയും ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത വലിയൊരു കൺസെൻസസും ഉണ്ട്. ഇതില് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ VD സതീശൻ വഹിച്ചൊരു പങ്ക് വലുതാണ്. അത് ഇനിയിപ്പോ പാർട്ടിയാണ്, മുന്നണിയാണ് ഇതിന്റെ എല്ലാം കാരണക്കാരെ, അതിന്റെ ക്രെഡിറ്റ് സതീശനുള്ളതല്ല, അല്ലെങ്കിൽ സതീശന് മാത്രമുള്ളതല്ല. തീർച്ചയായിട്ടും ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ഈ ചുമര് മുമ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ ചുമര് നന്നായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ ഒന്നും വിജയത്തിലേക്ക് എത്തിയില്ല, റിസൾട്ട് ഉണ്ടായില്ല. നേരെ മറിച്ച് ഇപ്പൊ സംഭവിച്ചെന്താ? റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നണിയെയും പാർട്ടിയെയും പുനഃസംഘടിപ്പിച്ചു. ആ രീതിയിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അതുപോലെ തന്നെ കമ്മ്യൂണൽ ബാലൻസിങ്ങിൽ വിട്ടുപോയ കോൺഗ്രസിനോട് വിട്ടുപോയ വിഭാഗങ്ങളെ കൊണ്ടുവരുന്നതിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചത് ആ മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. നമ്മൾ നെറ്റ് ചൊളിച്ചെങ്കിലും ഇവരുമായിട്ട് കൂടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഇറ്റ് പേസ് റിച്ച് ഡിവിഡൻസ്.
വലിയ ഫലങ്ങൾ കൊടുത്തു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലേക്ക് പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിൽ, മുന്നണിയെ മാറ്റിയെടുക്കുന്നതിൽ അത്ര അധികം അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ആ പ്രൊഫഷണലിസം നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിക്കൊടുത്തു. ഉപതെരഞ്ഞെടുപ്പുകളിലാവട്ടെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുത്തു. അദ്ദേഹം പറഞ്ഞെന്താ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞു, ഇത് ടീം UDF ആണ്, ഇത് കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ UDF അല്ല, ഇത് ടീം UDF ആണ്. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ആ ടീമിന്റെ ക്രെഡിറ്റ്, അതിനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് വിജയം ടീം UDF-നും, അതുപോലെ തന്നെ അതിന്റെ പരാജയം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണെന്ന് പറയുന്നതിനകത്ത് ഒരുപക്ഷെ ഒരു ഞാൻ എന്ന ഭാവം വേണമെങ്കിൽ പലർക്കും വായിച്ചെടുക്കാം. പക്ഷെ ലക്ഷ്യമാർഗത്തെ അല്ലെങ്കിൽ സാധൂകരിക്കുന്നു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ പറച്ചിലിലെ ഒരു ഉദ്ദേശശുദ്ധിയുണ്ട്. ഞാൻ വി ഡി സതീശനെ അങ്ങ് ഭീകരമായിട്ട് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ തകർന്നു കിടക്കുന്ന ഒരു പാർട്ടിയെ, തകർന്നു കിടക്കുന്ന ഒരു മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ആദ്യത്തെ വെടി, അതൊരു വലിയ യുദ്ധമുഖത്ത് ഒരു പടനായകൻ ആദ്യ വെടി സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തോടൊപ്പം അത് മുന്നോട്ട് വെച്ച നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ലൈൻ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന അവകാശവാദം, മതേതരത്വമാണ് ഈ നാടിന്റെ ജീവശ്വാസം, ആ മതേതരത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു നിലയ്ക്കും വിജയം വേണ്ട, ഇനി 2-3 തെരഞ്ഞെടുപ്പുകളിൽ കൂടി അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നാലും മതേതരത്വം വിട്ടുള്ള ഒരു കളിക്കുമില്ല, മാത്രമല്ല മതേതരത്വത്തിന് വെല്ലുവിളിയാകുന്ന പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരാളുമായിട്ടും ഒരനുരഞ്ജനത്തിനുമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ ഘട്ടങ്ങളിലേക്ക് ഒക്കെ ഒരു ഒരു വേട്ടനായെ പോലെ, അല്ലെങ്കിൽ ഒരു ചാടി വീണ് ശക്തമായി എതിർക്കുന്ന സമയത്ത് നമ്മൾ വേറെ മുഖങ്ങളൊന്നും കണ്ടില്ല. ഇത് ഈ പൊതുസമൂഹത്തിന് കൊടുത്ത ഒരു ധാരണയുണ്ട്, ഇങ്ങനെയും ഒരു നേതാവ് ഉണ്ട്, ഇങ്ങനെ പ്രതികരിക്കാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളോട് സംവദിച്ച് അവരിലൊരു വിശ്വാസം. കോൺഗ്രസിന് ഒരിക്കലും കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല, UDF വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ അനുഭാവ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, ഫ്ലോട്ടിംഗ് വോട്ടുകൾ, ആ വോട്ടുകളെ എങ്ങനെ സമാഹരിക്കാം, എങ്ങനെ അവർക്കൊരു പ്രതീക്ഷ പകരാം, ഒരു ഭാവി കേരളം കെട്ടിപ്പടുക്കാനുള്ള ബദലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, ആ ബദലുകൾ ആർക്കും ബോധ്യമാകുന്ന രീതിയിൽ അതിനുവേണ്ടി വലിയ രീതിയിൽ ഗ്രഹപാഠം ചെയ്തുകൊണ്ട്, അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉയർന്ന ഒരു ജനകീയ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെതായ ചില വീക്ക്നെസ്സുകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മിനി പിണറായി എന്നൊക്കെ ചിലർ വിളിക്കുന്നു. അസുഖകരമായ ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സംയമനം നഷ്ടപ്പെടുന്ന കാഴ്ച ഒക്കെ കണ്ടു. അതെല്ലാം ആ ഭാഗത്ത് നിൽക്കുമ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ 5 വർഷക്കാലം കൊണ്ട് ഈ മുന്നണിക്കും പാർട്ടിക്കും കൊടുത്ത, അതായത് പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു മുന്നണിയും പാർട്ടിയും എന്നുള്ള തുടർ പരാജയങ്ങളുടെ കയ്പ് കുടിച്ച് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിന്ന ഒരു പ്രസ്ഥാനത്തെയും മുന്നണിയെയും ഈ രീതിയിൽ 5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു മിറക്കിൾ എന്ന പോലെ, അല്ലെങ്കിൽ ഈ രീതിയിൽ കൺവെർട്ട് ചെയ്ത് വിജയിക്കാനുള്ള ഒരു മുന്നണിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആ ഒരു മാജിക്കിന് ഒരു വിലയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരി, അത് പേ ചെയ്യേണ്ടത് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഡിവിഡൻഡ് കിട്ടണം. അതൊരു നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ആ ജസ്റ്റിസിൽ, അല്ലെങ്കിൽ ആ നാച്ചുറൽ ചോയ്സ് തട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും അതിനകത്ത് ഒരു നന്ദികേട് ഉണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു. എന്തിന് ഘടകകക്ഷികൾക്ക് പോലും ആ അഭിപ്രായമുണ്ട്. നിശാൻ സെയ്ദ് പറഞ്ഞു, പാർട്ടി തീരുമാനിക്കും. പാർട്ടി മാത്രമല്ല, രാജസ്ഥാനും കർണാടകയും ഉദാഹരണമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. രാജസ്ഥാനിലും കർണാടകയിലും മധ്യപ്രദേശിലും അതുപോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും അവിടെ BJP-യും കോൺഗ്രസും മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ വിജയത്തിൽ ഘടകകക്ഷികളുടെ വലിയ സാന്നിധ്യമോ പ്രസക്തിയോ ഇല്ല. ഇവിടെ അതല്ല സ്ഥിതി. കേരളത്തിൽ വളരെ ശക്തമായ ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യനായ ഒരു നേതാവിനെ തന്നെ പാർട്ടിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് MLA-മാരുടെ ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ ആ മുന്നണിയെ നയിക്കുന്ന നേതാവ് ഘടകകക്ഷികൾക്ക് കൂടി സ്വീകാര്യനും അവരുടെ കൂടി വിശ്വാസം ആർജിക്കാനും കഴിയുന്ന ഒരാളായി മാറേണ്ട അസാധാരണമായ സാഹചര്യം കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് അത്ര യുക്തിഭദ്രമാകാതെ പോകുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ MJ ചന്ദ്രൻ, ഇവിടെ മുഖ്യമന്ത്രി തർക്കം, ആ തർക്കം ഉന്നയിച്ചുകൊണ്ട് തന്നെ പലരും LDF-ൽ നിന്ന്, CPM-ൽ നിന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. അതിനർത്ഥം അവരും ഏറെക്കുറെ UDF വരും എന്ന ഒരു ധാരണയിൽ
എത്തിക്കഴിഞ്ഞു എന്നാണോ അതിനർത്ഥം? ഇനി അവരുടെ തമ്മിലുള്ള തർക്കം നമുക്ക് കണ്ടിരിക്കാം, അല്ലെങ്കിൽ അതിനെ വിമർശിക്കാം എന്നൊരു തോന്നൽ CPM-നകത്തും LDF-നകത്തും ഉണ്ടോ? CPM-ലും LDF-ലും അത്തരത്തിലുള്ള ധാരണകളും തോന്നലുകളും ഒന്നുമല്ല ഉള്ളത് എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളപ്പോൾ അവിടുത്തെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന സംഗതിയും നമുക്ക് സ്വന്തമായ ചില നിഗമനങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനൊരു ധാരണ ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് പൊടിപാറയും നിസാം സയ്യിദും ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്കതിനോട് കൂടെ കൂട്ടിച്ചേർക്കാനുള്ള അഹിംസ മറ്റൊരു സംഗതിയാണ്. നമ്മൾ പിന്നെ ഇതുവരെ കണ്ടതിനേക്കാൾ വളരെയധികം സങ്കീർണമായ ചില കാര്യങ്ങൾ ഇതിലേക്ക് ഉൾച്ചേർന്ന് വരുന്നത്, UDF രാഷ്ട്രീയത്തിലേക്ക് ഉൾച്ചേർന്ന് വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണുകയാണ്. താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ചെന്നിത്തലയുടെ അടക്കമുള്ള ഇന്ത്യ എക്സ്പ്രസ്സിലെ പരസ്യമൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും പുതുതായി വന്നൊരു സംഗതി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ തലം കൂടെ തോന്നുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന SMF-ൻ്റെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അസ്ലം മഷൂർ തങ്ങൾ പിന്നെ മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദയിൽ വെച്ച് നടന്ന ഈ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേളയിൽ നടത്തിയ ഒരു പ്രസംഗം. അവിടെ സാദിഖ് അലി തങ്ങളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. അവരെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ UDF-ന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായി വരും, വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു ആദ്യം പറയുന്നു, രണ്ടാമത് പറയുന്നു വരും എന്ന് പറയുന്നു. അത് പിന്നെ വെറുതെ ഒരു നേതാവിനെ വേദിയിലെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവേശഭരിതനായ ഒരു അനുയായി ഭക്തൻ പ്രസംഗിച്ചു എന്നതിനപ്പുറത്തേക്കാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അത് വെറുതെ പറയുന്ന ഒരു പ്രസ്താവനയായിട്ടല്ല, അല്ലെങ്കിൽ വെറുതെ പറയുന്ന പ്രസംഗമായിട്ടല്ല. അത് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ പൊടിപാറ പറഞ്ഞ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സതീശൻ എമർജ് ചെയ്ത് നിൽക്കുന്ന ഒരു വൈബ്രൻ്റ് ലീഡർ, ഒരു ജനനായകൻ എന്നുള്ള ആ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ UDF സഹായിച്ച ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്, എല്ലാവർക്കും അറിയും. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന് ഒരു വേദിയിൽ പറയുമ്പോൾ അതെവിടുന്നാണ് ആ ഒരു നിലപാട്, അല്ലെങ്കിൽ ആ ഒരു തലം, അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായ ഗതി ഉരുത്തിരിഞ്ഞ് വരുന്നത് അങ്ങനെയാണ് എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വളരെ നിർണായകമായ ചില പ്രശ്നങ്ങൾ ഈ UDF-ൽ ഉയർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നു. KC വേണുഗോപാലിനെ കുറിച്ച് ആ തരത്തിൽ കാണേണ്ടതില്ല എന്ന് പറഞ്ഞാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, പ്രഷർ അത്രത്തോളം അനുഭവിക്കേണ്ടി വരാത്ത ഒരു നേതാവാണ് ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. ക്ലെയിമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചെന്നിത്തല, KC, VD സതീശൻ, അതിൽ നാലാമതൊരാൾ കൂടിയായി K കുഞ്ഞാലിക്കുട്ടിയുണ്ട് എന്നുള്ളത് മാത്രമല്ലേ താങ്കൾ പറയുന്ന നിർണായകമായ വിഷയം എന്ന് പറയുന്നത്? 4 ക്ലെയിമുണ്ട് UDF-ൽ എന്നല്ലേ? അല്ല അതല്ല, ഞാനതല്ല ജിംസെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ക്ലെയിം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ക്ലെയിം വരുമ്പോൾ ഈ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും UDF നേതാക്കൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾക്കുണ്ട്. അങ്ങനത്തെ ക്ലെയിം വരാതെ സെറ്റിൽ ചെയ്യാൻ, വന്നിട്ട് സെറ്റിൽ ചെയ്യാനല്ല, വരാതെ സെറ്റിൽ ചെയ്യാൻ. അപ്പോൾ അത്തരം ഒരു ക്ലെയിം വരുമ്പോഴേക്ക് അത് ലീഗ് നേതൃത്വവും കൂടെ അറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും VD സതീശൻ കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഇത്തരത്തിൽ ഒരു പ്രസംഗമധ്യയാണെങ്കിലും ഇങ്ങനൊരു സംഗതി വരുന്നത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ റേസിലേക്ക് വരുന്നു എന്നുള്ള നിലയിലേ അല്ല. അദ്ദേഹം അങ്ങനെ ഒരു റേസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന നേതാവല്ല. UDF-ൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നില വെച്ച് കെട്ടുറപ്പ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പോസ്റ്റുകളൊക്കെ വന്നേ ചോദിച്ചേക്കാം നാളെ ലീഗ്. കുഞ്ഞാലിക്കുട്ടി ഒരു മന്ത്രിസ്ഥാനം കൂടി ചോദിച്ചേക്കാം, അതാണോ? അത് 2011 മന്ത്രിസഭയിൽ ഉണ്ടായതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ലല്ല, അതൊന്നുമല്ല. ഞാൻ അതിലേക്കൊന്നും വന്നിട്ടില്ല ജിംസേ. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ കോൺഗ്രസ്സിൽ ഉയരുന്ന ഇപ്പോഴത്തെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ചേരിപ്പോരിൻ്റെ
ചെരിപ്പൂര് വരെ അടുത്ത് നിൽക്കുന്ന ഒരു ലാഞ്ചനയുണ്ടല്ലോ, അത് ശമിപ്പിക്കാൻ ഇതൊരു മറുമരുന്നായിട്ട് കണ്ട ആൾക്കാരുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യും, അതാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് തീരുമാനമാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യും, വേഗം തീരുമാനമാക്കൂ, അങ്ങനെ ഒരു അതെ. ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. ഇനി അല്ല, ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. ഇനി ആ ക്ലെയിം സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്യാനും ഉയർത്താനും സെറ്റിൽ ചെയ്യാനും തങ്ങൾക്ക് കഴിയും എന്ന് ചിലർക്ക് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് സതീശനുമുണ്ട്, ലീഗിനുമുണ്ട്. അത് ഒരു പേരുകാരനിലേക്ക്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പേരുകാരനിലേക്ക് ചുരുക്കേണ്ട കാര്യമില്ല. കാര്യം ആ വേദിയിൽ സാധിക്കൽ തങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തൊരു പേരുകാരനേ ഉള്ളൂ, വി ഡി സതീശൻ. ഇപ്പുറത്തെ ലീഗ് എന്നുള്ള പാർട്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം പേര് ഉയർത്താനും അത്തരം പേര് ചർച്ചയിൽ വരാതിരിക്കാനും തങ്ങളെ കൊണ്ടാകും എന്ന് സതീശന് വേണ്ടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതുകൂടെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബാക്ക് പേജിൽ കണ്ടില്ലായിരുന്നു, എന്താണ് ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ് മാൻ എന്നാണല്ലോ അതിൻ്റെ ഹെഡിങ് തന്നെ, ബാക്ക് പേജിൽ, ഫുൾ പേജ്. ആ പേജിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ മൊത്തം വർണ്ണിച്ചിരിക്കുകയാണ്. എന്തിനാണ്, ആരെയാണത് ബോധ്യപ്പെടുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉണ്ട് ഇവർക്ക്. ആർക്ക്? കെ സി വേണുഗോപാലിനല്ല, രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമുണ്ട്. യു ഡി എഫ് ജയിച്ചാലുമുണ്ട്, യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഉണ്ട്. രണ്ട് തരത്തിലും അതുണ്ട്. കാര്യം അവരുടെ അടുത്ത ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്, വരുന്ന തസ്തിക, അതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ കെ സി വേണുഗോപാൽ അതില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹം കൂടെ ഇരുന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ നേരെ ഇങ്ങ് വന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും എന്നൊന്നും ഞാൻ കരുതുന്നതേയില്ല. അതിൻ്റെ ഒന്നും കാര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പകരം നേരത്തെ തന്നെ റീഗ്രൂപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ്സിൽ, ഇപ്പോഴല്ല, ഒരു കൊല്ലമായിട്ട്. അതിൽ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒന്നിച്ചല്ല നിൽക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു അഡ്ഹോക് സി എം എന്നുള്ള നിലയിൽ തന്നെ വരാൻ സാധ്യതയുള്ള ആളാണ്, റോളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകാൻ ഒരു പക്ഷേ വലിയ സാധ്യതയുള്ളത്. അതില്ലാതാവുക അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കടന്നിരിക്കുക എന്നുള്ളത് വി ഡി സതീശൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലാണ് ലീഗിൻ്റെ അധ്യക്ഷനും ഏറ്റവും സുപ്രധാന പദവിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവിയുള്ള നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉള്ള സദസ്സിൽ വെച്ച് ഈ തരത്തിൽ ഒരു സംഭാഷണം വരികയും ചെയ്യുന്നത്. അത് നിഷ്കളങ്കമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പുറകിൽ ഒരുപാട് മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും കൽപ്പിച്ചാൽ പണ്ടത്തതുപോലെ ഇപ്പോൾ എന്തിനധികം 2021 രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വേണ്ടെന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല വേണ്ടെന്ന് പറഞ്ഞില്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം. ആ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണല്ലോ ഡൽഹിയിൽ ചെന്നിട്ട് മുല്ലപ്പള്ളിയെ മാറ്റി കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയെ മാറ്റി ഇദ്ദേഹത്തെ വി ഡി സതീശനെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലുള്ള പരിപാടിയൊന്നും ഇത്തവണ നടക്കില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം വേറൊരു നേതാവിലൂടെ ഇവരിരിക്കുന്ന വേദിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രത്തോളം സങ്കീർണമായ സ്ഥിതിവിശേഷം യു ഡി എഫിൽ ഈ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സംജാതമായി കഴിഞ്ഞിട്ടുണ്ട്. അത് അറിയാത്ത ആൾക്കാരൊന്നുമല്ല നേതാക്കൾ. പക്ഷേ ഇപ്പം മിനിഞ്ഞാന്നും ഇന്നലെയും കെ പി സി സി പ്രസിഡന്റിന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ടി വന്നു, ഇത് നിർത്തണം, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടും, അത്തരക്കാർക്ക് നടപടി ഉണ്ടാകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരക്കാരൊന്നും അടങ്ങിയിട്ടുണ്ട്. എങ്കിലും മിനിഞ്ഞാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചൂടാകുന്നതിന് മുമ്പ് ഇന്നലെ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഇനിയും പറഞ്ഞാൽ എന്നുള്ള നിലയിൽ ചൂരൽവടിയും കൊണ്ട് നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺഗ്രസിൻ്റെ സ്റ്റേറ്റിലെ ഏറ്റവും എണ്ണം പറഞ്ഞ നേതാവെന്ന് പറയുന്നത് പി സി സി പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പരസ്യമായ ആഹ്വാനത്തിന് പോലും ചെവി കൊടുക്കാതെ ഓരോ തരത്തിൽ നേരിട്ടിറങ്ങാതെ താന്താങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൊണ്ട് ഓരോരോ പണികൾ ചെയ്യിക്കുകയാണ് ഈ നേതാക്കളൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം ദയനീയമായ സ്ഥിതിയിലേക്കാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ ഈ വോട്ടെണ്ണുന്നതിന് മുമ്പ് ഈ നേതാക്കൾ തന്നെ തള്ളിയിടുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ കൂടെയാണ് ലീഗ് എടുക്കുന്ന ഈ ഒരു ഡിഫൻസ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആ ഡിഫൻസിന് അതിൻ്റേതായ ആഴവും പരപ്പുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലതരത്തിലുള്ള ക്ലെയിമുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനുള്ളിലെ അടരുകളെക്കുറിച്ച് എം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ്റെ കൃത്യമായ റോള്. ഞാൻ പറഞ്ഞതുപോലെ
പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ പോലും ആ പാർട്ടിയുടെ ആശയം രൂപപ്പെടുത്തിയതിൽ, അതിൻ്റെ സ്ട്രാറ്റജി രൂപപ്പെടുത്തിയതിൽ അതിനു മുമ്പ് നിരന്തരമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ ഒരു മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതിൽ സതീശൻ്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് ഒരുപക്ഷെ ഹൈക്കമാൻഡ് കൂടി അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സതീശനെ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് ഇതാ ഞങ്ങളുമുണ്ട് എന്ന തോന്നലുണ്ടാക്കുക, അതുവഴി മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും പാർട്ടി അണികൾക്കിടയിലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ കവിഞ്ഞ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എന്താണ് ഇപ്പോൾ ചെയ്തത്? അജീബ്, ശ്രീ ജയചന്ദ്രന് എത്ര പൊതിഞ്ഞു പറഞ്ഞാലും CPM കുറെ കാലമായി പിന്തുടരുന്ന ഒരു ഇസ്ലാമോഫോബിക് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു പുരോഹിതൻ എവിടെയോ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഒരു ഭീതി ഉയർത്തുന്നത്, അത് UDF നയിക്കുന്നത്, UDF കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള പാർട്ടികളാണ് എന്നൊരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കാൻ ഒരു 2019 മുതൽ CPM ആസൂത്രിതമായി നടത്തുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമം കഴിഞ്ഞ ഇടക്കാലത്തൊന്നും പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ അത് എത്ര പൊതിഞ്ഞു അദ്ദേഹം എത്ര പൊതിഞ്ഞു പറഞ്ഞാലും ആ നരേറ്റീവിന്റെ ഭാഗം തന്നെയാണത്. അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞതിൽ ഒരു അപകടവും അദ്ദേഹത്തിന് കാണുന്നില്ല. എവിടെയോ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രമുഖ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് ഏത് പുരോഹിതന്റെ പേര് പോലും നമുക്കറിയാൻ മേലാത്ത ഒരാൾ പറഞ്ഞത്. മുസ്ലിം ലീഗ് വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയോ കൂടി അവരുടെ നേതാവിനെ തീരുമാനിക്കും. ആ നേതാവിന്റെ കാര്യം അവർ ഞങ്ങളോട് ചർച്ച ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. മുസ്ലിം ലീഗിന് യാതൊരു ക്ലെയിമും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് വളരെ വ്യക്തമായിരിക്കെ, മുസ്ലിം ലീഗ് വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ, എവിടെയോ ഒരു പുരോഹിതൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഭീതി ഉയർത്താൻ ശ്രമിക്കുന്നത് കൃത്യമായ ഇസ്ലാമോഫോബിക് രാഷ്ട്രീയമാണ്. അത് CPM കാലാകാലങ്ങളായി പുലർത്തുന്നതാണ്. ആ രാഷ്ട്രീയത്തെ കേരളം തള്ളിക്കളഞ്ഞതാണ്. പിന്നെയും ആ രാഷ്ട്രീയത്തെ പൊതിഞ്ഞു എത്ര തേരിൽ പൊതിഞ്ഞു പറഞ്ഞാലും അത് ആ രാഷ്ട്രീയം തന്നെയാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പ്രഷർ കൊണ്ടോ ഫോഴ്സ് കൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കേരളത്തിലെ കോൺഗ്രസിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഏതാണ് എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം ആണ് UDF വിജയിച്ചാൽ ജനങ്ങൾ കോൺഗ്രസിന് നൽകുന്നത്. അപ്പോൾ കോൺഗ്രസ് ശരിയായ തീരുമാനമെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ചുമതലയാണ്. അതനുസരിച്ച് VD സതീശൻ സ്വാഭാവികമായും അതിൻ്റെ അകത്തൊരു ക്ലെയിം ഉള്ളയാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും അധികം ക്ലെയിം ഉള്ളയാളാണ്. പാർട്ടിക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഏതാണെന്നുള്ളത് പാർട്ടി എടുക്കും. അത് ആ പാർട്ടിക്ക് അതിനുള്ള അവകാശമാണ്. ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ ഒരു പാർട്ടിക്കുള്ള അവകാശമാണ്. ആ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. പക്ഷേ പാർട്ടിയെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രഷറൈസ് ചെയ്യുന്നു, പ്രത്യേകിച്ചും ഇത്തരം വർഗീയ കക്ഷികൾ പ്രഷറൈസ് ചെയ്യുന്നുള്ള വാദം അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല അതിൽ വർഗീയതയുടെ വലിയ വിഷവിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സംഘപരിവാർ പുലർത്തുന്ന രാഷ്ട്രീയം പോലെ തന്നെ സംഘപരിവാറിന്റെ നാവായി മാറുന്ന രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയമാണ് കേരളത്തെ സംഘപരിവാറിന് പാകപ്പെടുത്തിയുള്ള ഒരു മണ്ണാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് യാതൊരു അതൃപ്തിയും കാണുന്നില്ല, അദ്ദേഹത്തിന് യാതൊരു അത്ഭുതവും കാണുന്നില്ല. KM മാണി സാർ ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം ക്രിസ്തീയ പുരോഹിതന്മാർ മാണി സാർ മുഖ്യമന്ത്രിയാകണമെന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാണി സാറും ചിരിച്ചു തള്ളുമായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹം. ഇത് ഏത് പുരോഹിതനാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എവിടെയോ ഒരാൾ പറഞ്ഞു. അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മുസ്ലിം ലീഗ് കോൺഗ്രസിനുള്ളിൽ പ്രഷറൈസ് രാഷ്ട്രീയം പുലർത്താൻ പോകുന്നു. അതൊരു കേരളത്തിലെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നയിക്കും എന്നുള്ള ഒരു സന്ദേശം ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പറയുന്നത് എത്രമാത്രം അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല എത്രമാത്രം അപകടകരമാണെന്ന് നമ്മളൊക്കെ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ സതീശൻ ഇതിന് എല്ലാ വിധത്തിലും അവകാശമുള്ള VD സതീശൻ ഇതിൽ എല്ലാ വിധത്തിലും അവകാശമുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്.
വി.ഡി. സതീശൻ മുഖ്യമായും നിർണായകമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തെ തന്നെയായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഭാവന ചെയ്യുന്നതെന്നും വിഷ്വലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേത് സ്ഥാനം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് നൽകുക. അത് കോൺഗ്രസ് പാർട്ടി വി.ഡി. സതീശനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വി.ഡി. സതീശനെ എങ്ങനെ കോൺഗ്രസ് പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയും വി.ഡി. സതീശനും തമ്മിലുള്ള ഒരു കാര്യമാണ്. അതിനെ പുറത്തു നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കോൺഗ്രസ് പാർട്ടി ഇന്ന തീരുമാനമെടുക്കണമെന്ന് നമുക്കൊക്കെ പറയാം, നമുക്കൊക്കെ ആഗ്രഹിക്കാം. അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഇതല്ലാത്ത ഏത് തീരുമാനവും തെറ്റായി പോകുമെന്ന് പറയുന്നതിനുള്ള വിവരം എനിക്കില്ല. പക്ഷേ തീർച്ചയായും വി.ഡി. സതീശൻ നിർണായകമായ സ്ഥാനത്തുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള എല്ലാ അർഹതയും അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ആ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് വി.ഡി. സതീശൻ്റെ കേസ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ മറ്റുള്ള നേതാക്കന്മാരെ ആരെയും മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അത് ചെയ്യണമെന്നില്ല എന്നുള്ളത് ആണ് എൻ്റെ. എല്ലാവർക്കും അവരവരുടേതായ അവകാശവാദങ്ങളുണ്ടാകും. ആ അവകാശവാദങ്ങൾ അവർ നടത്തും. അതൊന്നും ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം കോൺഗ്രസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ള ഇപ്പോൾ എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധിക്ക് പ്രധാന പങ്കുണ്ടാവും, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പ്രധാന പങ്കുണ്ടാവും. ഇവരൊക്കെ വിളിച്ച് സംസാരിച്ചാൽ കേൾക്കുന്ന അനുസരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ആളുകളൊക്കെ. അപ്പോൾ അതനുസരിച്ചുള്ള തീരുമാനങ്ങളും അതനുസരിച്ചുള്ള നയങ്ങളും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിലുമായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങനെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശയ അവ്യക്തത ഈ ഘട്ടത്തിലുണ്ടോ? വ്യത്യസ്ത ഘടകങ്ങൾ പരിശോധിച്ച് കൂട്ടായ ആലോചനയുടെ ഒരു തീരുമാനമെടുത്തായിരിക്കും മുഖ്യമന്ത്രി സ്ഥാന നിർണ്ണയം എന്ന് തോന്നുന്നുണ്ടോ? അതല്ല അവരുടെ മുമ്പിൽ വ്യക്തമായൊരു ഗെയിം പ്ലാൻ ഉണ്ടോ? ജിംസേ, നേരത്തെ ജയേന്ദ്ര സാർ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചൊന്ന് പരാമർശിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ ചോദ്യത്തിലേക്ക് വരാം. അതായത് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ആകണം എന്ന് മുസ്ലിം മസ്ജിദ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റോ, ആ പേര് എനിക്ക് പെട്ടെന്ന് നാവിൽ വരുന്നില്ല, അങ്ങനെ അവര് തങ്ങളും അതുപോലെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്ത ഒരു ചടങ്ങിൽ തന്നെയാണ് പറഞ്ഞത്. അത് ഒരു അധ്യക്ഷനോ അല്ലെങ്കിൽ ആ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ പറയുന്ന ഒരു എന്താ പറയുക, സ്വാഗത പ്രസംഗകരും അധ്യക്ഷനും ഒക്കെ അങ്ങനെ ചില വിഷസ്, അങ്ങനെ ചില സാധനങ്ങളൊക്കെ വിടുമല്ലോ. വന്നിരിക്കുന്ന VVIPസിനെ ഒന്ന് എന്താ പറയാ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ അത്തരം ചില കൊടുക്കൈകളൊക്കെ പ്രയോഗിക്കാറുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ജയേന്ദ്ര സാർ ആലോചിക്കേണ്ടത്, ലീഗ് എത്ര മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞങ്ങൾക്ക് 27 സീറ്റ് മാത്രം മതി. കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് അധികം വേണ്ട, ഞങ്ങൾ ആ 27 സീറ്റ് കൊണ്ട് തൃപ്തരാണ്. ഒന്ന്, ലീഗിന് വേണമെങ്കിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മറ്റേത് ആരെക്കാൾ കൂടുതൽ മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും വിജയിച്ച സീറ്റുകളുമായിട്ടുള്ള അനുപാതം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ലീഗിനോളം മെച്ചപ്പെട്ട പ്രകടനം UDF ആരും കാണിച്ചിട്ടില്ല. പക്ഷെ ലീഗ് ഇപ്പോഴും പറഞ്ഞത് എന്താ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് 27 സീറ്റ് മതി. അതിനനുബന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദം പോലുള്ള ഒരു ക്ലെയിമിലേക്കും ഞങ്ങൾ വരുന്നില്ല. ഇതൊക്കെ ഒരു ഔദ്യോഗികമായിട്ട് അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇരിക്കെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു ഭാരവാഹി എന്നല്ലാത്ത ഒരാള് ഒരു ചടങ്ങിൽ ഇങ്ങനെ ആനുഷംഗികമായിട്ട് ഇങ്ങനെ ഒരു അഭിവാദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശംസയൊക്കെ പറയുമ്പോൾ അതൊരാഗ്രഹ പ്രകടനത്തിനപ്പുറം അത് നാളെ ലീഗ് ഗൗരവമായിട്ട് ഉയർത്താൻ പോകുന്ന ഒരു ക്ലെയിം ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്തരത്തിൽ ലീഗ് ഒരു ക്ലെയിം ഉയർത്തി ഈ UDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ, 5ാം മന്ത്രിസ്ഥാനമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആ 5ാം മന്ത്രിസ്ഥാനം ഉയർത്തിവിട്ട വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതായത് അതിന്റെ അനുരണനങ്ങളാണ് കേരളത്തില് ഈ ന്യൂനപക്ഷ അവകാശങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ സമുദായത്തിനുള്ള ആനുകൂല്യങ്ങളുടെ വലിയ പങ്കും ലീഗ് എപ്പോഴും അടിച്ചു മാറ്റുന്നു എന്ന് ക്രൈസ്തവർ നിരന്തരം പറഞ്ഞതും ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും എന്ന് വേണ്ട കൃസംഗികൾ പോലും ഈ 5ാം മന്ത്രിസ്ഥാനം ഉയർത്തിയ കൊടുങ്കാറ്റിന്റെ അനുബന്ധം കേരള രാഷ്ട്രീയത്തിലുണ്ടായതാണ്. അപ്പൊ ലീഗ് വളരെ കെയർഫുൾ ആണ്.
അവർ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന്റെ ആ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ അല്ലെങ്കിൽ ആ കമ്മ്യൂണൽ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു നടപടിയും വളരെ മിതമായി, വളരെ ന്യായമായി, വളരെ അന്തസ്സോടെ കുലീനതയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതിനുള്ള അവകാശം മുഖ്യമന്ത്രി ആകാൻ പോകുന്ന എല്ലാ അവകാശമുണ്ട്. ഒരുപക്ഷെ മറ്റാരേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം വന്നാൽ അതിന്റെ അന്തസ്സനത്തോടെ അദ്ദേഹം പെരുമാറും, പ്രവർത്തിക്കും, മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. പക്ഷെ ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. പിന്നെ താങ്കൾ ചോദിച്ച ഇതിലേക്ക് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും. സതീശനെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ സതീശനിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചാണല്ലോ അജിംസെ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് MLA-മാരിൽ കൂടുതൽ പേരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ മാറ്റി പ്രതിപക്ഷ നേതൃസ്ഥാനം ഈ സതീശന് കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് വളരെ ഒരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് ഓഫ് ഇൻസിഡൻസ് ഒന്നും അല്ലല്ലോ. അതിൽ കൃത്യമായ ഒരു ലോങ് ടൈം പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ക്രിക്കറ്റ് ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു ഗെയിം പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് അത് ചെയ്തത്. രമേശ് ചെന്നിത്തലയ്ക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല, രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ നല്ലതാണ്, മികച്ചതാണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് അത് ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളിൽ ശരിക്കും പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു എന്താ പറയാ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. 21 സീറ്റിലേക്ക് ചുരുങ്ങി. ഇത്രയും കാര്യങ്ങൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടും ആ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ തുടർച്ചയായി കൊണ്ടുവന്നിട്ടും സർക്കാർ പ്രതിക്കൂട്ടിലാക്കിയിട്ടും അവസാനം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംഭവിച്ചത് എന്താ? വീണ്ടും ഒരിക്കൽ കൂടി UDF അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദാരുണ പരാജയങ്ങളിലൊന്ന് ഏറ്റുവാങ്ങി. അപ്പോ ഇനി ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു പുതിയ മുഖം ആവശ്യമാണ്, പുതിയൊരു ശൈലി ആവശ്യമാണ്, പുതിയ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ മാറ്റം കൊണ്ടുവന്നത്. ആ മാറ്റം അത് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞതാണ്. ആ ഹൈക്കമാൻഡ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഹൈക്കമാൻഡ് എന്ത് വികാരത്തോടെയാണ്, എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ അഴിച്ചുപണി നടത്തി KPCC പ്രസിഡന്റ് സ്ഥാനം മാറ്റിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും മാറ്റിയിട്ട് തന്നിലേക്ക് ഈ നിയോഗം വന്നു ചേർന്നത് എന്തിനാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ 5 വർഷക്കാലവും സതീശൻ അദ്ദേഹം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്തത്, അല്ലാതെ വെറുതെ അങ്ങ് വർക്ക് ചെയ്യല്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഓടിക്കൂടുന്ന ഒരാൾക്കൂട്ടം, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മാളത്തിൽ നിന്നിറങ്ങുന്ന കമ്മിറ്റികൾ, ഇതിന്റെ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഹോംവർക്കുകളാണ് ഏറ്റവും പ്രധാനം എന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം. കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, അത് SIR വന്നാലും അത് ഫോളോ ചെയ്യുന്നു. മാത്രമല്ല ബൂത്ത് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഒക്കെ പുനഃസംഘടിപ്പിക്കുന്നു. അവരെ കൊണ്ട് അവർ ചെയ്യേണ്ട ജോലികൾ മാസങ്ങൾക്ക് മുമ്പേ അവിടെ നിരീക്ഷകർ ക്യാമ്പ് ചെയ്യുന്നു, പാർട്ടി നേതൃത്വം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു, റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പാർട്ടി മെഷീനറി, ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന പ്രക്രിയയെ ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിലേക്ക് എന്തിന് CPM-നോ അല്ലെങ്കിൽ BJP-ക്കോ രണ്ടും കേഡർ പാർട്ടികളായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ടല്ലേ തൃക്കാക്കര 18 ദിവസം മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തു, സകല മന്ത്രിമാരും തമ്പടിച്ചു. എന്നിട്ടും എന്ത് സംഭവിച്ചു? അതുപോലെ പുതുപ്പള്ളിയിൽ എത്രയായി ഭൂരിപക്ഷം? പാലക്കാട് ഏറ്റവും അവസാനം ഏറ്റവും വലിയ വിജയം നിലമ്പൂരിലാണ്. അവിടെ ഒരു നിലപാടുണ്ടായിരുന്നു, അവിടെ ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു. അത് UDF-ലെ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനമായിരുന്നിട്ട് കൂടി പാർട്ടിയുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന, പാർട്ടിയെ പാർട്ടിയാക്കി മാറ്റിയ അമിത അവകാശവാദങ്ങൾ ആരാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ കൊമ്പനായാലും ശരി, പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരാളെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാർട്ടിയുടെയും മുന്നണിയുടെയും അന്തസ് ഉയർത്തിയ ഒരു ജയം കൂടി അവിടെ. ഇതൊക്കെ ഒരു നിലപാടിന്റെയാണ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശനോട്, അതുപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയോട് ബഹുമാനം വിടാതെ തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും മതേതരത്വത്തിന് വിരുദ്ധമായിട്ട് വർഗീയത വിളിച്ചു പറയുന്നത് ഏത് കൊമ്പനായാലും ശരി അതിന് മറുപടി പറഞ്ഞിരിക്കും എന്നുള്ള നിലപാട്. ഈ നിലപാടുകളൊക്കെയാണ് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. അത് വെറുതെ ആ പ്രതിഷ്ഠയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രതീക്ഷയായി ആത്മവിശ്വാസമായി വളർന്നു നിൽക്കുന്ന 4-ാം തീയതി പെട്ടിപൊളിക്കുമ്പോൾ ഭൂരിപക്ഷം UDF-ന് ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ, കോൺഗ്രസും UDF അഭ്യുദയകാംക്ഷികളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അത് ഈ 5 വർഷക്കാലത്തെ ശൈലി മാറ്റത്തിന്റെ 5 വർഷക്കാലത്തെ ശരി. നിരന്തരമായ ശരി. പ്രവർത്തനത്തിന്റെ ഫലമാണ്. അത് ഹൈക്കമാൻഡിന് ശരി ജോർജ് കുട്ടി. പക്ഷേ എം ജയചന്ദ്രൻ അങ്ങ് പറഞ്ഞത് പരിഗണിക്കാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണോ ഇവരുടെ ഈ പ്രതികരണം, അതല്ല അങ്ങേക്ക് കൂടുതൽ വിശദീകരിക്കാനുണ്ട്? അജിംസെ, അതല്ല ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ഈ പിന്നെ ഈ മീഡിയ വണ്ണിൻ്റെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഏത് ചർച്ചയിലും പങ്കെടുക്കാറുള്ളത്. ഇത് അത്രയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ സീരിയസ് ആയിട്ട് പങ്കെടുക്കുന്നത്. അതിനെയൊക്കെ പിന്നെ ഒരു സഹ പാനലിസ്റ്റ് പറയുകയാണ് ഇസ്ലാമോഫോബിക്കായിട്ട് ഞാൻ ആരോപിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എത്രമേൽ ഈ തുച്ഛമായ നിലവാരത്തിലാണ് ഇത്തരം ചർച്ചകളെ ഓരോരുത്തർ കാണുന്നതെന്ന് ആലോചിച്ച് വിഷമിക്കില്ല, എനിക്കും ചെയ്യാനില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയം എന്ന് പറയുന്നത്. ഞാൻ ഇസ്ലാമോഫോബിക്കായിട്ട് വല്ല പ്രശ്നങ്ങളും ഇവിടെ ഉന്നയിച്ചു അജിംസെ, താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പറയാം, ഒരു സംശയമില്ലാതെ അത് തിരുത്തി പോകുക തന്നെ വേണം അപ്പോൾ തന്നെ. അതുകൊണ്ടാണ് താങ്കൾ ഇടപെട്ട് ചോദിച്ചതെന്ന് താങ്കൾ പറയുകയും ചെയ്തല്ലോ. ഞാൻ കണ്ടത് എന്താണ്, ഞാൻ ഇപ്പോഴും കാണുന്നതും അപ്പോൾ പറഞ്ഞതും ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ പിന്നെ KC വേണുഗോപാലിനെ ഡിഫ്യൂസ് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ലീഗ് സാധിച്ചത്. അതാണ് ഞാൻ കാണുന്നത്. വേണുഗോപാലിനെ KC വേണുഗോപാലിനെ ഡിഫ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്നേ. അതെന്താണെന്നുള്ളത് എല്ലാം ഇന്ന് ഈ ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയുണ്ടല്ലോ ഒരുപാട് ചർച്ചാ വേദികളും രാത്രികളും ഉണ്ടല്ലോ, അന്നേരം പറയാം. അപ്പോൾ അതിനുള്ള ഒരു ഒറ്റമൂലിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുള്ള തക്കതായ ഒരു ഡോസ് തന്നെയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ളതാണല്ലോ ഈ സംഘടന. അത് പിന്നെ ഏതോ ഒരു നേതാവ്, ഏതോ ഒരു സംഘടന എന്നുള്ള നിലയിലൊന്നും കാണുന്ന ആളുമല്ല ഞാൻ. അങ്ങനെ കാണുന്നവർക്ക് ആദരവില്ലാത്തൊരു നമസ്കാരം, അത്രേ ഉള്ളൂ. ആ സംഘടനയെ അങ്ങനെ കാണുന്നവർക്ക്. ഞാൻ ആ സംഘടന അങ്ങനെ കാണുന്ന ആളല്ലാത്തതുകൊണ്ട് അവിടെ സാദിഖലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ മർമ്മം എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകാനുള്ള ഒരു യുക്തി ഉള്ളൊരു സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ആ യുക്തിയെക്കുറിച്ച് ആലോചിച്ചത്, ചിന്തിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിഫ്യൂസിങ് പിന്നെ ഒരു പവറുള്ള ഒരു സംഗതി എന്താണ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അത് അങ്ങനല്ല എന്ന് കരുതുന്നവർക്ക് അങ്ങനെ കരുതാം. അങ്ങനെയാണെന്ന് കരുതുന്ന എനിക്ക് എന്നെ വിളിച്ചൊരു ചർച്ചയിൽ, ഞാൻ നുഴഞ്ഞു കയറി വന്നൊന്നുമല്ലോ മീഡിയ വണ്ടി ചർച്ചയിൽ, അജിംസ് വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ നിലപാട്, എൻ്റെ അഭിപ്രായം, എൻ്റെ ആശയഗതികളിൽ ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഉടനെ എന്നെ ഇസ്ലാമോഫോബിക് ഐഡിയ ഒരുത്തനായിട്ട് മാറ്റുന്നതൊക്കെ അങ്ങനെ പറഞ്ഞ നിസാം സയ്യിദിനോടും ഒട്ടും ആദരവില്ലാത്തൊരു നമസ്കാരം, അത് എനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും ഈ ചർച്ച ഇനിയും തുടരും. 4-ാം തീയതി വരെ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് അടങ്ങാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോഴും അതിൻ്റെ ട്രെൻഡുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നന്ദി ശ്രീ ജയേന്ദ്രൻ, നിസാം സയ്യിദ്, ശ്രീ ജോർജ് പുടിപ്പാറ.